ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് DLED കോഴ്സിലെ 3rd സെമസ്റ്റർ ഉറുദു പേപ്പർ 353 ഷുവറായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഏറ്റവും ഷോർട്ടാക്കിയിട്ടും സിമ്പിളായിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് നിസാബ്. എന്താണ് പാഠ്യപദ്ധതി, കരിക്കുലം. എന്താണ് കരിക്കുലം? നിസാബ് ദറാസിൽ തൊലബാക്കി ഹിമ്മത്ത് ജഹത്ത് നിശൂനമാ के लिए एक जरिए के तौर पर काम करता है. എന്താണ് പറഞ്ഞത്? നിസാബ് പാഠ്യപദ്ധതി കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള നിശൂനമ വികാസത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി നിസാബേക്ക് ദസ്താവീസ് ഹെ. നിസാബ് എന്ന് പറയുന്നത് ഒരു ദസ്താവീസ്, ഒരു ഡോക്യുമെൻ്റാണ്. ജോ കൗമി സക്കാഫത്തി അക്ദാർക്കോ എക് നസൽ ഹെ. ഇതിലെന്താ ചെയ്യണത്? ദേശീയപരമായിട്ടും സാംസ്കാരിക മൂല്യങ്ങളുടെ ഒരു കൈമാറ്റമാണെന്ന്. നമ്മളുടെ പാഠ്യപദ്ധതിയിൽ ദേശീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മൂല്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ. ഇനി നിസാബ് ചന്ദ് മസാമീൻ കാ മജ്മുഅ നഹി. പാഠ്യപദ്ധതി കുറച്ച് സബ്ജക്റ്റുകളുടെ ആ ഒരു കളക്ഷൻ മാത്രമല്ല, ബൽക്കെ മറിച്ച് തഅലീമി ഇദാറോं के तमाम दाखिली व ഖാരിജി തകാസുൻ की एक मुअस्सर ज़रिया है. പാഠ്യപദ്ധതിയിൽ എന്താണ് കുറച്ച് സബ്ജക്റ്റ് മാത്രമല്ല ഒതുങ്ങിയിരിക്കുന്നത്. അതിലെന്താണ് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം കൂടിയാണ് നമ്മളുടെ നിസാബ്. പാഠ്യപദ്ധതിയിൽ കംപ്ലീറ്റ് എല്ലാ ഡാറ്റാസും അവൈലബിൾ ആണ്. നമുക്ക് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മളുടെ സ്കൂളുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാതും അതിൽ പ്രൊവൈഡ് ആണ്. ത്വലബാക്കി ഹിമ്മ ജഹത്ത് നിശൂനമാക്കി ജാതി ഹെ. ഇതിലൂടെ കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള ആ ഒരു വികസനമാണ് സാധ്യമാകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് നിസാബ്, പാഠ്യപദ്ധതി അഥവാ കരിക്കുലം. ഇനി നമുക്കിതിൽ നമ്മളുടേതായ ഓൺ വേർഡ്സ് ഒക്കെ എഴുതാട്ടോ. അതായത് തഅലീം, നിസാബ് തഅലീം के मैदान में निसाब बड़ा रोल अंजाम करती है. तअलीम के हुसूल मकासद पूरा करने के लिए हर उस्ताद इस्तेमाल करने के लिए एक तअलीमी वसीला है നിസാബ്. അപ്പോൾ നിസാബേക്ക് എന്താണ് നെസസറി ആയിട്ടുള്ള ഒരു തഅലീമി വസായിലാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ആമുസിഷി മാസിലെ പഠന നേട്ടം, ലേണിംഗ് ഔട്ട്കം. ഇതിൻ്റെ മറ്റൊരു പേരാണ് മുഈൻ സൊലാഹിയത്ത്. പണ്ടൊക്കെ അങ്ങനെയാണ് അതിനെ പറയാറ്, പക്ഷേ ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കൊണ്ടുവന്നതാണ് ആമുസിഷി മാസിൽ എന്നൊരു വേർഡ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിനും ഓരോ ആമുസിഷി മാസിലുണ്ട്, ഓരോ യൂണിറ്റ് ഉണ്ട്, അതിൽ ഓരോ മൊഡ്യൂളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ പലതരത്തിലുള്ള ആമുസിഷി മാസിലാണ്. അതായത് ആ ഒരു യൂണിറ്റ് കൊണ്ട് കുട്ടികൾക്ക് എന്താണ് കിട്ടുന്നത്, അതിൻ്റെ റിസൾട്ട് എന്താണ്, കംപ്ലീറ്റ് പറഞ്ഞാൽ തീം, ആ ഒരു യൂണിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആകത്തുകയാണ് ആമുസിഷി മാസിൽ. ഇനി എന്താണ് ആമുസിഷി മാസിൽ? ആമുസിഷി മാസിൽ വോ മഅലൂമാത്ത് സ്വലാഹിയത്ത് അഖ്ദാർ और റബിയെ होते हैं. ഇതിലെന്തൊക്കെയുണ്ട്? അറിവുകളുണ്ട്, കുട്ടികൾക്ക് വേണ്ട ശേഷികളും കഴിവുകളും മൂല്യങ്ങളും മനോഭാവങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോ ത്വലബ തഅലീം കെ സരിയെ ഹാസിൽ കർത്തേ ഹെ. ഇതെന്താണ്? കുട്ടികൾ ആ ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നു. യാ ഹാസിൽ കർനാ ചാഹെ इसमें चंद कम अरसे में और चंद तवील अरसे में हासिल करते हैं. ഇതെന്താണ്? നമ്മളിപ്പോൾ ഈ ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ്, ചില കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതായത് നമ്മളെ ക്ലാസ് റൂം എന്നൊരു മിക്സഡ് ഇക്കോണമിയാണ്. 30 കുട്ടികളാണ് നമ്മൾ ക്ലാസ്സിലുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 30-ൽ കുറച്ച് പേരെന്താണ് ഭയങ്കര എക്സ്ട്രാ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഇതൊരു മിഡിൽ ക്ലാസ് ഉണ്ട് നമ്മളെ പോലെ, അതുപോലെ ലോ മിഡിൽ ക്ലാസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറിയാണ് നമ്മളെ ക്ലാസ് റൂം എന്ന് പറയാം. അപ്പോൾ ഇവരെന്താണ് ഇസ്മേം ചന്ത് കം അർസേമേം ഓർ ചന്ത് തൊവീൽ അർസേമേം ഹാസിൽ കർത്തേ ഹെ. കുട്ടികളെന്താണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിലരെന്താണത് മനസ്സിലാക്കിയെടുക്കുന്നു, ചിലർക്ക് എന്താണ് ട്യൂബ്ലൈറ്റ് പോലെയാണ്, ട്യൂബ്ലൈറ്റ് പോലെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അവരത് മനസ്സിലാക്കുന്നു. ബച്ചോ മേ മുഖ്തലിഫ് സതഹ് പർ ഹോനെ വാലി യേ തബ്ദീലിയ ഹം പഹലെ ഹി തഅയ്യുൻ കർത്തേ ഹെ. കുട്ടികളിലെ, അതായത് വിവിധ തലങ്ങളിലെ കുട്ടികളിലെ മാറ്റങ്ങൾ നമുക്ക് ഇതിനകം നിർണ്ണയിക്കാനാകുന്നു ഈ ഒരു ആമുസിഷി മാസിലെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കോഴ്സ്. നമ്മൾക്ക് ഓരോ യൂണിറ്റിനെ ഓരോ മൊഡ്യൂളാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ മൊഡ്യൂളും
പലതരത്തിലുള്ള ഡിസ്കോഴ്സുകളാണ് പറയുന്നത്. ഇനി എന്താണ് ഡിസ്കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻസാൻ അപ്പനെ ജസുബാത്ത്, ഹയാലാത്ത്, എഹ്സാസാത്ത്, തസവ്വുറാത്ത്, മുഷാഹിദാത്ത് വഗൈറ दूसरों तक मुअस्सर तरीक़ा से पहचानने के लिए उसे ഡിസ്കോഴ്സ് कहते हैं. എന്താണ്? മനുഷ്യൻ തൻ്റെ വികാരങ്ങളും ചിന്തകളും ആശയങ്ങളും നിരീക്ഷണങ്ങളൊക്കെ എന്താണ് മറ്റുള്ളവരുമായിട്ട് ഫലപ്രദമായ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റിലും പലതരത്തിലുള്ള ആശയങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ആ ആശയങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് മുഅസ്സർ तरीक़ा से दूसरों तक पहुँचाने के लिए हम एक वसीला इस्तेमाल करते हैं उसे डिस्कोर्स कहते हैं. ഇനി പലതരത്തിലാണ് ഡിസ്കോഴ്സുകളുള്ളത്. ഇപ്പോൾ UP ലെവലിൽ നമുക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ കൊടുക്കാം? നസം കൊടുക്കാം, കഹാനി കൊടുക്കാം, ഗുഫ്തഗു എന്നൊക്കെ കൊടുക്കാം. കുറച്ചുകൂടി ഹയർ ലെവലിലായിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? അഫ്സാന, ചെറുകഥകൾ, ഹത്ത്, ഇൻ്റർവ്യൂ, പോസ്റ്റർ, നൂറ വെച്ചാൽ മുദ്രാവാക്യം, ബയാനിയ, വിവരണം, സവാനിക ജീവചരിത്രം, ഇൻഷായിയ, എസ്സെ, ഡയറി, അഖ്ബാരിയ, റിപ്പോർട്ട്, ലത്തീഫ്, അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്കോഴ്സുകളാണ്. ഇപ്പോൾ ഇതിൽ ചോദ്യം വരികയെന്ന് വെച്ചാൽ പ്രൈമറി ക്ലാസ്സുകളിലെ മുനാസിബ് ഡിസ്കോഴ്സ് ചുൻകറിലേക്ക്. അപ്പോൾ അതിൽ നമുക്ക് നസം കൊടുക്കാം, കഹാനി കൊടുക്കാം, ഗുഫ്തഗു കൊടുക്കാം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിസ്കോഴ്സ് ജബാൻ കി ജാൻ ഹെ. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ജീവനാണെന്ന്. ജറൂറത്ത് കെ മുതാബിക് മുനാസിബ് ഡിസ്കോഴ്സ് കോ ज़रूरत के मुताबिक मुनासिब डिस्कोर्स को अमल में लाकर ज़बान की तालीम व तदरीस मुअस्सर और फितरी बनाई जा सकती है. അതായത് ആവശ്യാനുസരണം ഉചിതമായ ഡിസ്കോഴ്സ് നമുക്ക് ഭാഷാ പഠനത്തിൽ ഉപയോഗിക്കുമ്പോൾ പഠനം എന്താണ് നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ. അഹ്മിയത്ത്. ഡിസ്കോഴ്സ് കി അഹ്മിയത്ത് വ ഉഫാദിയത്ത് എന്ന് വെച്ചാൽ മത്ലബ് ഫഹമി, ആശയഗ്രഹണം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആസാദാന ഇസ്ഹാറെ ഹയാൽ, സ്വതന്ത്രമായിട്ടുള്ള ആവിഷ്കാരം, തഖ്ലീക്കി സ്വലാഹിയത്ത് വഗൈറ മഹാരतें ഹാസിൽ करते हैं. അതായത് ആശയഗ്രഹണം, മത്ലബ് ഫഹമി ആശയഗ്രഹണം, ആസാദാന ഇസ്ഹാറെ ഹയാൽ സ്വതന്ത്രമായിട്ടുള്ള ആവിഷ്കാരം, തഖ്ലീക്കി സ്വലാഹിയത്ത് സർഗാത്മക ശേഷി വളർത്താനൊക്കെ ഈ ഒരു രീതിയിലൂടെ നമുക്ക് എന്താണ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഡിസ്കോഴ്സ് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിലെ ആശയഗ്രഹണം, മത്ലബ് ഫഹമി, ആസാദാന ഇസ്ഹാറെ ഹയാൽ, തഖ്ലീക്കി സ്വലാഹിയത്ത് വഗൈറ മഹാരത്തം, ഈ പറഞ്ഞ ശേഷികളൊക്കെ നമുക്ക് എന്താണ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഭാഷാ ശേഷികൾ എന്തൊക്കെയാണ്? സബാൻ കി ലിസാനി ബുനിയാനി മഹാരത്തുകളുണ്ട്. സുനന, ബോൽന, ലിഖന, പഠന, LSRW, ലേണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്, ഈ ഒരു ശേഷികളൊക്കെ നമുക്ക് എന്താണ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് महल व मौका के मुनासिब इजहार ख्याल करते हैं और फितरी तौर पर ज़बान इस्तेमाल करता है. ആവശ്യാനുസരണം സന്ദർഭത്തിനനുസരിച്ച് ഭാഷ അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അവസാനത്തെ പോയിൻ്റ് ज़बान की जुमालियाती और गोना गोई वगैरह पहचानते हैं. ഭാഷാ സൗന്ദര്യവും അതിൻ്റെ ആ ഒരു വൈവിധ്യമൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഡിസ്കോഴ്സിലൂടെ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്, മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ഡിസ്കോഴ്സായ നസം, ഇതിൻ്റെ ആമോസിഷി മാസിൽ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നസം പഠിക്കർ സുൻകർ ലുത്തുഫ് അന്തൂസ് ഹോന. കവിത വായിച്ചും കേട്ടും നമ്മൾ ആസ്വദിക്കുക, അതാണ് ആദ്യം വേണ്ടത്. നസം പഠിക്കർ സുൻകർ ലുത്തുഫ് അന്തൂസ് ഹോന. നസം മുനാസിബ് തർജോമം തർനം കി സാത്ത് പേഷ് കർണ. വ്യത്യസ്ത ഈണത്തിലെ കവിത ആലപിക്കുക. നസമ്മം ഷാമിൽ ഹോക്കർ ഹമ്മാവാസ് അൽഫാസ്. കവിതയിൽ അടങ്ങിയിട്ടുള്ള ഹമ്മാവാസ് അൽഫാസ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുക. അതുപോലെ എന്താണ്? ചോട്ടി ചോട്ടി നസമേ ജമ്മു കർണ ഓർ പേഷ് കർണ. സമാന കവിതകൾ നമ്മൾ എന്താണ് ശേഖരിച്ചത് നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നസം കാ മതലബ് അപ്നെ അൽഫാസ് മെം ലിഖന ഓർ പേഷ് കർണ. അതിൻ്റെ മഫൂം എഴുതി ആശയം എഴുതിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതൊക്കെയാണ്. ഇനി അടുത്തൊരു ഡിസ്കോഴ്സാണ് ഗുഫ്തഗു, സംഭാഷണം. അപ്പോൾ എന്താണ് അതിൻ്റെ ആമോസിഷി മാസിലെ ഗുഫ്തഗു സുൻകർ ഓർ പഠിക്കർ മഫൂം സംസ്തേഹെ. കവിത വായിച്ചും മനസ്സിലാക്കി എന്താണ് അതിൻ്റെ ആശയം മനസ്സിലാക്കുക. മാഹൗൽ സെ മുത്തല്ലുക ചോട്ടെ ചോട്ടെ ഗുഫ്തഗു തയ്യാർ കർത്തേ ഹെ. സന്ദർഭത്തിനനുസരിച്ചിട്ട് സംഭാഷണം തയ്യാറാക്കാനായിട്ട് സാധിക്കുക. ഗുഫ്തഗു റോൾ പ്ലേക്ക് ജരിയെ പേഷ് കർത്തേ ഹെ. ഇനി അടുത്ത ഡിസ്കോഴ്സാണ് കഹാനി, കഥ. കഥയുടെ ആമോസിഷി മാസിൽ നോക്കി ചോട്ടെ ചോട്ടെ കഹാനിയാം സുൻകർ ഓർ പഠിക്കർ ലുത്തുഫ് അന്തോസോന. അത് നമ്മൾ അത് ആസ്വദിക്കുകയാണ് വേണ്ടത്. അതുപോലെ ചോട്ടെ ചോട്ടെ കഹാനിയം സുൻകർ ഓർ പഠിക്കർ മഫൂം ആശയം മനസ്സിലാക്കുക. സമാനമായിട്ടുള്ള കവിതകളൊക്കെ ജമ്മു കർണ. അതുപോലെ എന്താണ്? ചോട്ടെ ചോട്ടെ ജുംല തയ്യാർ കർണ, ഫിത്തിരി അന്താസ്മെ പേഷ് കർണ, റോൾ പ്ലേ കർണ. ഇതാണ് കഹാനിയുടെ ആമോസിഷി മാസിൽ.
ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്